പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ പാമ്പിനെ കണ്ടതായി യാത്രക്കാർ. ടാറ്റാ നഗർ എക്സ്പ്രസിലെ S4 കോച്ചിലുണ്ടായിരുന്നവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. റെയിൽവേ പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താനായിട്ടില്ല. യാത്രക്കാരെ പിന്നീട് മറ്റൊരു കോച്ചിലേക്ക് മാറ്റി. ട്രെയിൻ യാത്ര തുടരുകയായിരുന്നു. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, കഴിഞ്ഞ ദിവസവും സമാനമായൊരു സംഭവം ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഈ പാമ്പിനെ യാത്രക്കാരാണോ കണ്ടത്? എന്താണ് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരം? ആര്യ, എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഈ ടാറ്റാ നഗർ എക്സ്പ്രസ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ട്രെയിനിലെ S4 കോച്ചിനകത്ത് ഒരു പാമ്പിനെ കണ്ടെന്ന് ഒരു യാത്രക്കാരാണ് ആദ്യം പരാതിപ്പെട്ടത്. ഉടൻ തന്നെ മറ്റ് സഹയാത്രക്കാരെ വിവരം അറിയിക്കുകയും എല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. യാത്രക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പും റെയിൽവേ പോലീസും ചേർന്ന് ഈ S4 കോച്ചിനകത്ത് മുഴുവൻ പരിശോധന നടത്തിയെങ്കിലും ട്രെയിനിനകത്ത് നിന്ന് പാമ്പിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ യാത്രക്കാരിൽ ഒരാൾ ഈ പാമ്പിൻ്റെ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയതിനെ തുടർന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ ഈ S4 കോച്ചിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും ഈ കോച്ചിന് പുറത്ത് ഇറക്കിക്കൊണ്ട് മറ്റൊരു കോച്ചിൽ കയറ്റിയാണ് ഈ യാത്ര പിന്നീട് പുനരാരംഭിച്ചത്. ഈ കോച്ച് പൂർണ്ണമായും പൂട്ടിയിടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ഈ ടാറ്റാ നഗർ എക്സ്പ്രസിൽ ഇത്തരത്തിൽ പാമ്പിനെ കണ്ടൊരു സംഭവം യാത്രക്കാർ പരാതിപ്പെട്ടത്. കൃത്യമായ ഒരു പരിശോധന നടത്തിയെങ്കിലും ഈ പാമ്പിനെ കണ്ടെത്താൻ വനംവകുപ്പിനോ റെയിൽവേ പോലീസിനോ സാധിച്ചിരുന്നില്ല. ആര്യ, ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.